ശരവണ, എന്താ ശരവണ ഇത്? അമ്മ അവര് പാവായിരുന്നമ്മ. അവര് പോക വേണ്ടി നിന്ന മാതിരി അല്ലമ്മ. സാരമില്ല ശരവണ. അച്ഛൻ ദൂരേക്കൊന്നും പോയിട്ടില്ലല്ലോ. അച്ഛൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അച്ഛൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. എനിക്ക് അമ്മാവോടൊരു കാര്യം പറയാനുണ്ട്. அமைதியா இருங்கம்மா. எனக்கே தாங்க முடியாது. நீ எப்ப அம்மா தாங்க. அமைதியா இருங்கம்மா. മോളെ, ഞങ്ങൾ ഇറങ്ങാണ്. ഇനിയിപ്പോ ചടങ്ങിന് വരാം. മോള് സമയത്തിന് ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം കേട്ടോ. പിന്നെ അമ്മയ്ക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? ഇപ്പോ മോളുടെ ബന്ധുക്കളൊക്കെ മോളുടെ ചുറ്റിനുമുണ്ട്. സാധാരണ വീട്ടിലൊരു മുതിർന്ന ആളുടെ മരണം നടക്കുമ്പോൾ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും. മോൾക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യമില്ലെങ്കിൽ ചെറിയച്ഛനോടും ബന്ധുക്കളോടും പറയണം. എനിക്കിതൊരിക്കലും നിന്നോട് പറയേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അല്പം അകലാൻ മോള് ശ്രമിച്ചപ്പോഴൊക്കെ ഞാൻ നിന്നെ അടക്കി പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ എന്തിന്? നിനക്ക് ഒരു സന്തോഷവും തരാൻ പറ്റിയിട്ടില്ല. നിന്റെ അച്ഛന് ഒരു സമാധാനവും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകും മോളെ. മോളൊരു കാര്യം ചെയ്യ. ഡിവോഴ്സ് വേണമെങ്കിൽ അതിന് ശ്രമിച്ചോളൂ. മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ല. അമ്മ എന്നിവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണോ? അച്ഛനുണ്ടായിട്ട് പോലും ഞാൻ അമ്മയെ സ്നേഹിച്ചതറിയാലോ. ഇപ്പൊ ഈ ലോകത്ത് എന്റെ എന്ന് പറയാൻ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്നെ വേണ്ടെന്ന് വെക്കാണോ അമ്മ? ഞാൻ അമ്മയുടെ കൂടെ പോരാ ഇപ്പൊ തന്നെ. മോളെ വേണ്ട. അമ്മയെ പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ ഒന്നിനും എന്നെ നിർബന്ധിക്കണ്ട. എന്റെ ജന്മത്തിന് വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലെങ്കിലും അമ്മയെ സ്നേഹിക്കുന്നു എന്നൊരു അർത്ഥം ഉണ്ടാവുമല്ലോ.
മോളെ ഞാൻ നിന്റെ അമ്മയുടെ കൂടെ അയക്കുക. ഏട്ടനെ പോയിട്ടുള്ളൂ. ഏട്ടൻ്റെ പാതിയായിട്ട് ഞാൻ ജീവനോടെയുണ്ട്. എല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി എൻ്റെ മോളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്ന ജീവ, ഇതുവരെ നീ എഴുതിയ കഥയല്ല, ശിവാനന്ദൻ ആ കഥ അങ്ങ് മാറ്റി എഴുതും. നിന്റെ ഭ്രാന്തിനി വേണ്ട. ഉണ്ടായ ഏട്ടനെ പോലെ അനിയനും പോണോ പെട്ടെന്ന്? നോക്കണേ മോളെ, നോക്കി കിളിക്ക് നോക്കി. കണ്ട കണ്ട ശബ്ദം കേൾക്കണോ? എന്തേത് എന്തേത് എന്താണ് എന്താ മതി എന്താ മതി? അച്ഛൻ പോയി മോക്ക് പാലെടുത്തിട്ട് വരെ. ഇപ്പൊ വരാവേ, ഇപ്പൊ വരാം കേട്ടോ. മിണ്ടാതെ കിടക്കണം. അച്ചോടാ ചുച്ചു. ചിരിക്ക് പൊന്നെ, ചിരിക്ക്. ചിരിക്ക്, ചിരിക്കടാ. ആരാ? നീ എന്തിനാ എന്റെ കുഞ്ഞിനെ തൊട്ടത്? തന്റെ കുഞ്ഞോ? ഈ കിടക്കുന്നതേ എന്റെ കുഞ്ഞാ. എന്താ നിന്റെ ഉദ്ദേശം? ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നീ മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്കൂ. ഇവൻ ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വന്ന, കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്ന. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? വീണയുടെ വയറ്റിൽ ഈ കുഞ്ഞ് കിടക്കുമ്പോ അന്ന് നിനക്ക് അറിയില്ലായിരുന്നോ അത് നിന്റെ കുഞ്ഞാണെന്നുള്ളത്? അവളുടെ ജീവിതവും തകർത്ത് അവളെ ചതിച്ചിട്ട് നീ വേഷം കെട്ടി വന്നിരിക്കല്ലേ? ഏത് മനുഷ്യനും തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ടല്ലോ. എനിക്ക് എന്റെ തെറ്റ് തിരുത്തണമെന്ന് തോന്നി. എന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കണമെന്ന് തോന്നി. പറ്റില്ല. ഓ ഓ ഓ ഓ
എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. ഇതെന്റെ കുഞ്ഞ, എന്റെ നെഞ്ചി കിടന്ന് വളർന്ന കുഞ്ഞ്. നല്ല രീതി ചോദിച്ചിട്ട് അതിന് മറുപടി തന്നില്ലെങ്കിൽ എനിക്ക് മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരും. എന്ത് മാർഗമാടാ? നിന്റെ കയ്യിൽ എന്ത് മാർഗം ഉള്ളത്? നീ ആളെ കൊണ്ടുവരുമോ അതോ പോലീസിൽ പറയൂ? എന്താ ഇവിടെ? ദാ വന്ന് നിൽക്കുന്ന ആരാ നോക്കിയേ. അവനെന്റെ കുഞ്ഞിനെ വേണോന്ന്, അവന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞെന്ന്. അമ്മാവ, ഞാനിപ്പോ എന്റെ മോളെ അവന് വിട്ടുകൊടുക്കണോന്ന്. മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്ക്. അത് ഞാൻ തല്ലി ഇറക്കണോ? നീ ചെയ്ത ദ്രോഹമൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴേ ഈ കുഞ്ഞിന്റെ സമാധാനം വേണ്ടോണ്ടാ ഞാൻ അടങ്ങി നിൽക്കുന്നത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോവാൻ. എന്ത് കണക്കിനാ നിങ്ങൾ നിഷേധിക്കുന്നത്? ഞാൻ എന്റെ കുഞ്ഞിനെ തേടി വന്ന ആരും തടയണ്ട. എന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നു ഒരു പരാതി എഴുതി ഞാൻ കൊടുത്താലുണ്ടല്ലോ, ആ പരാതി വേറെ ആരെങ്കിലും കാണും മുമ്പ് നിന്നെ തീർത്തളഞ്ഞ കേട്ടോടാ. പോടാ, ഇറങ്ങിപ്പോവാൻ. ഹരി, നിങ്ങളുടെ ഭീഷണിയിലൊന്നും ഞാൻ വീഴില്ല. എന്റെ കുഞ്ഞിനെ നിങ്ങൾ വിട്ടു തന്നേ പറ്റൂ. മാറി വാവേ. ഓ കരയിലെ 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 മോളെ. ഓ വിശ്വാസവഞ്ചന കാണിച്ചവനാണ്, ഒരു പെണ്ണിനെ ചതിച്ചവന്. പക്ഷെ ഇനി നിന്റെ കയ്യോ മനസ്സോ ഇനി ഈ കുഞ്ഞിന്റെ നേർക്ക് വീണ കൊത്തിയരിഞ്ഞ് ഞാൻ പാടത്തിട്ട് മൂടും. ഓ, നിന്റെ കുഞ്ഞിനെയും ചോദിച്ചോണ്ടായോ വന്നിരിക്കുന്നത്? അച്ഛനെന്നുള്ള അവകാശവാദവും പറഞ്ഞ് ഇനി ഞങ്ങൾ അറിയാതെ നീ വിളിച്ചു വരുത്തിയതാണോ ഇവനെ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. വീണ, കഴിഞ്ഞതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കിപ്പോ ആരുമില്ല. എന്റെ കുഞ്ഞിനെ വളർത്താനുള്ള അവകാശം എനിക്ക് വിട്ടുതരണം പ്ലീസ്. പോടാ. ഇനി ഈ പ്രദേശത്ത് നിന്നെ കണ്ടുപോകരുത്. പോടാ. ഞാനിപ്പം മടങ്ങാം, പക്ഷേ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഓ, എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിരിക്കും. അതിനുവേണ്ടി എത്ര കോടതി കയറേണ്ടി വന്നാലും. നിനക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാരെ, വിധി എഴുതുന്ന ജഡ്ജിമാരെ നീ കൊണ്ടുവാ. തെളിവുകൾ നിനക്ക് വേണ്ടി സംസാരിച്ചേക്കാം, പക്ഷേ സത്യം എനിക്ക് വേണ്ടിയേ സംസാരിക്കൂ. ഈ കുഞ്ഞ് എന്റേതാ, അത് സത്യമോ? അത് മാത്രമാണ് സത്യം. ഇറങ്ങിപ്പോടാ. അയാള് കൊണ്ടുപോയി വളർത്തുന്നെങ്കിൽ വളർത്തട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. എടീ, ചതിച്ച് വലിച്ചെറിഞ്ഞവനോട് നിനക്കിപ്പോ പകയില്ല. പകരം നിനക്ക് വേണ്ടത് എന്നിൽ നിന്ന് എന്റെ കുഞ്ഞിനെ തട്ടിപ്പറിക്കുക അല്ലേ? വിട്ടു തരില്ല ഞാൻ. അവൻ മാത്രമല്ല, അവന്റെ കൂടെ നീ നിന്നാ പോലും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു തരില്ല. എന്തിനാണ് നിൽക്കുന്നേ? കേറി പോടി, നാണം കേട്ടവളെ. നശിപ്പിക്കാനായിട്ട്.
അമ്മാവ, അവന്റെ പുറകിൽ ആരോ ഉണ്ട്. അല്ലാതെ അവൻ വരില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന സത്യമാണെങ്കിൽ അതിന്റെ കാരണം എനിക്കറിയാം. കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ ഞാൻ കണ്ടോളാം. മോളെ, മോള് പോയി കിടക്ക്. അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചെല്ല്. ആന്റി, വല്യച്ഛന്റെ കുറച്ച് സാധനങ്ങൾ മുറിയിരിക്കുന്നുണ്ട്, ഞങ്ങൾ എടുത്തോട്ടെ? ചെല്ല്. ചേട്ടാ, ഇത് കണ്ടോ? ഇതീ മുറിയില് അറിയില്ല. പക്ഷേ നമ്മുടെ സംശയം ശരിയാണെങ്കിൽ കൊന്നത് തന്നെയാണോ അയാള്? തിരക്കണം. അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിച്ചേ പറ്റൂ. ഏട്ടാ, അച്ഛനോട് പറയണ്ടേ? വേണം. വിളിച്ചു പറയണ്ട, അവിടെ ചെന്നിട്ട് പറയാം. വാ. ഓ ഓ ഓ ഓ വേണ്ട വേണ്ട. ഓ ഓ ഓ ഏ ഓ ഓ ഓ കിടന്നോ കിടന്നോ. ആ ഇതാണ് അച്ഛൻ പോയി കുളിച്ചിട്ട് വരാട്ടാ. ഓ ഓ ഓ ഇതാണ്. ഇവിടെ മിണ്ടാതെ കിടന്നോണം കേട്ടോ, കരയല്ലേ.
മോളെ